ഹലോ, വെൽക്കം ടു അവർ ചാനൽ. സോ ഇപ്പോൾ ലുലുവിൽ മാംഗോ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് മാംഗോ ഫെസ്റ്റ് കാണാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ പോകുന്നത് WTC ലുലുവിലാണ്. ഈ ഫെസ്റ്റ് എല്ലാ ലുലുവിലും ഉണ്ട്, കോമൺ ആയിട്ട് എല്ലാ ലുലുവിലും ഉണ്ട്. പക്ഷേ ചില ഫെസ്റ്റുകളൊക്കെ സെലക്റ്റഡ് ലുലുസിലേ ഉണ്ടാവാറുള്ളൂ. കാര്യം നമ്മുടെ ചക്ക ഫെസ്റ്റ് ഞാൻ മദീന സൈദ് ബ്രാഞ്ചിലാണ് പോയത്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരെന്താണെങ്കിലും കാണണം. ഞാൻ ലിങ്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല, നമ്മുടെ സ്വാദിച്ചിനും മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് പോയി എന്തൊക്കെ വെറൈറ്റീസ് ഓഫ് മാങ്ങയുണ്ട്, ഏതൊക്കെ ഡിഫറെൻറ്റ് കൺട്രീസിലെ മാങ്ങയുണ്ട് എന്നൊക്കെ പോയെന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അപ്പോൾ നമുക്ക് ലുലു ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മളങ്ങനെ വേൾഡ് ട്രേഡ് സെൻറ്റർ അബുദാബി, അതായത് WTC മോളിൽ എത്തി. അപ്പോൾ എൻട്രൻസിൽ ഇങ്ങനെ കുറച്ച് ലൈറ്റ്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ മുകളിൽ. അപ്പോൾ ഞാൻ എസ്കലേറ്റർ എടുത്ത് ലുലുവിലേക്ക് പോവുകയാണ്. കണ്ടോ, ഇത് ഫുള്ള് തടിയുടെ വർക്കാണ്. അടിപൊളിയായിട്ടുണ്ടല്ലേ. ബില്ലിംഗ് സെഷനിൽ ചെന്നപ്പോഴേ മനസ്സിലായി, നല്ല തിരക്കുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുകയാണ്. സോ നടന്ന് നമ്മൾ മാംഗോ ഫെസ്റ്റിൻ്റെ സെക്ഷനിലെത്തി. സത്യം പറയാലോ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് അത്രമാത്രം വെറൈറ്റീസ് ഓഫ് മാംഗോയും നല്ല റഷും ഉണ്ടായിരുന്നു. ഈ ഫെസ്റ്റിന് അവരിട്ടിരിക്കുന്ന പേര് മാംഗോ മാനിയ എന്നാണ്. അപ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെ കുറച്ച് മാങ്ങ മരങ്ങളുടെ ചോട്ടിൽ കുറേ മാങ്ങ വീണ് കിടക്കുന്ന പോലെയാണ് ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾ ആദ്യം കാണിക്കുന്ന മാംഗോ രാജ്പൂരി മാംഗോ ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 7.95 ദിറംസ് ആണ്. അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം 180 രൂപ. അടുത്തത് അൽഫോൺസോ മാംഗോയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 10.95 ദിറംസ് ആണ്. സത്യം പറയാലും ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്കും മണമായിരുന്നു. ഇത് ഹിമ പസന്ത് എന്ന് പറഞ്ഞിട്ടൊരു മാംഗോ ആണ്. ഇത് ഇവിടെ അവർ സാമ്പിൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ളൊരു മാംഗോ ആണ്. ഇതൊരു ഇന്ത്യൻ വെറൈറ്റി ആണ്. അടുത്തത് പ്രിയൂർ മാംഗോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 10.95 ദിറംസ് ആണ്. ഇതും ഒരു ഇന്ത്യൻ വെറൈറ്റി ആണ്. അടുത്തത് മല്ലിക മാംഗോ എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ്. അതും ഒരു ഇന്ത്യൻ വെറൈറ്റിയാണ്. അതിൻ്റെ പ്രൈസ് 12.95 ആണ്. അതായത് ഏകദേശം നമ്മുടെ നാട്ടിലത്തെ ഒരു 300 രൂപയാണ് പെർ kg അതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തത് യമനിൽ നിന്നുള്ള തൈമൂർ മാംഗോ. അതുപോലെ തന്നെ യമനിലെ വേറെ ഏതോ വെറൈറ്റി മാംഗോ, യമനിൽ മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ആ രണ്ട് വെറൈറ്റീസാണ് കണ്ടോ. പക്ഷെ കാണാനായിട്ട് നല്ല വ്യത്യാസമുണ്ട്. രണ്ടും ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് മാംഗോ ആണ് ഫ്രം യമൻ. പിന്നെ അതാ നമ്മുടെ കേരള റൈപ്പ് മാംഗോ ഉണ്ട്. അതിന് പെർ kg 10.95 ദിറംസ് ആണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് നമ്മുടെ നാട്ടുമാങ്ങയാണ്. ഇവിടെ ഇവർ മാംഗോ ഷുഗർ ബേബി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 14.95 ദിറംസ് ആണ്. അതായത് നമ്മുടെ നാട്ടിലത്തെ ഏകദേശം ഒരു 330 രൂപ. നമ്മുടെ നാട്ടിൽ ആർക്കും വേണ്ടാതെ നമ്മൾ തട്ടിക്കളിക്കുന്ന സാധനമല്ല. പിന്നെ കലപ്പാടി മാംഗോ ഉണ്ട്, മൂവാണ്ടം മാംഗോ ഉണ്ട്. അത് രണ്ടുമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്, പല വെറൈറ്റീസ് ഇങ്ങനെ ഇരിക്കുമ്പോൾ. പിന്നെ സിന്ദൂരം മാങ്ങ ഉണ്ടായിരുന്നു. പിന്നെ കരുതക്കുളമ്പ് എന്ന് പറഞ്ഞിട്ടൊരു മാംഗോ ഉണ്ടായിരുന്നു. അത് ശ്രീലങ്കൻ വെറൈറ്റി ആണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും പ്രൈസ് ഞാനിങ്ങനെ എടുത്ത് പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ അത് കാണാമല്ലോ. പിന്നെ ഫിലിപ്പൈൻസ് മാംഗോ ഉണ്ടായിരുന്നു, മൽഗോവ മാംഗോ ഉണ്ടായിരുന്നു. ഫിലിപ്പൈൻസ് മാംഗോ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഏകദേശം 30 ദിറംസ് അടുപ്പിച്ചുണ്ടായിരുന്നു. അതായത് നമ്മുടെ നാട്ടിലത്തെ ഏകദേശം ഒരു 670 രൂപയൊക്കെ വരും. പിന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റുമാലി എന്ന് പറഞ്ഞിട്ടൊരു ഇന്ത്യൻ വെറൈറ്റി മാംഗോ ആണ്. അടുത്തതായിട്ട് ലങ്കട മാംഗോ എന്ന് പറഞ്ഞിട്ട് അതും ഒരു ഇന്ത്യൻ വെറൈറ്റി ആണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഇത്രയും വെറൈറ്റീസ് ഓഫ് മാംഗോ ഉണ്ടോ എന്ന് തന്നെ തോന്നിപ്പോയി. പിന്നെ അതാ വിയറ്റ്നാമിൽ നിന്നുള്ള കുറച്ച് വെറൈറ്റീസാണ്. R2E2 എന്ന് പറഞ്ഞിട്ട്, പിന്നെ ബുഡി രാജ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വെറൈറ്റീസാണ്. വിയറ്റ്നാമിൽ നിന്നുള്ള മാംഗോസ് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് കേട്ടോ. എല്ലാം നല്ല റേറ്റ് ഉണ്ട്. ഇത് ശരിക്കും നല്ല കളർഫുൾ ആയിട്ടുള്ള മാംഗോ ആണ്. ആക്ച്വലി ഇത് വിയറ്റ്നാമിലെ മാംഗോ അല്ല, ഇത് കെനിയൻ റൗണ്ട് മാംഗോ ആണ്. കെനിയൻ വെറൈറ്റി ആണ്. പിന്നെ അത് തായ്ലൻഡിൽ നിന്നുള്ള വെറൈറ്റി ഉണ്ട്, ബ്രസീലിൽ നിന്നുള്ള വെറൈറ്റി ഒക്കെ ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, ഫുൾ യെല്ലോ കളറിലൊക്കെ ഇരിക്കുന്നു. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കാണുന്ന മാംഗോ എന്ന് പറയുന്നത് സെങ്കിർ എന്ന് പറഞ്ഞിട്ടൊരു ഇന്തോനേഷ്യൻ വെറൈറ്റി. പിന്നെ ഉഗാണ്ടയിൽ നിന്നുള്ള മാംഗോയും ഉണ്ട്. ആ രണ്ട് വെറൈറ്റീസാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ബദാമി എന്ന് പറഞ്ഞിട്ടൊരു ഇന്ത്യൻ വെറൈറ്റി മാംഗോ ആണ്. ഇത് നല്ല ടേസ്റ്റുള്ള മാംഗോ ആണ് കേട്ടോ. ഇത് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന മാംഗോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിത് നേരത്തെ കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ആണ്. അതിൻ്റെ കൂടെ തന്നെ നീലം മാംഗോയും അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഐവാൻ എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ്, തായ്ലൻഡ് വെറൈറ്റിയാണ്. ഇതും ഏകദേശം 30 ദിറംസ് അടുപ്പിച്ചാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇതിൻ്റെ യെല്ലോ കളറിലുള്ള മാംഗോയും ഉണ്ട്, ഇങ്ങനെ റെഡ്
ഷെയ്ഡിൽ വരുന്ന മാംഗോയും ഉണ്ട്. അപ്പോൾ ഇത്രയും വെറൈറ്റീസ് ഓഫ് മാംഗോ ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഞാൻ എല്ലാ വെറൈറ്റീസും നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, നേരിട്ട് കാണുമ്പോൾ ഇതൊരു ഭയങ്കര ഒരു പ്രത്യേക ഫീൽ തന്നെ ആയിരുന്നു. അപ്പോൾ കുറച്ചങ്ങ് നടന്നപ്പോൾ കാണാം ദ മാംഗോ മാനിയ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഐറ്റംസ് അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനെടുത്ത് നോക്കുമ്പോൾ ആദ്യം ഞാൻ കണ്ടത് മാംഗോ മക്രോൺസ് ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 5.25 dirhams ആണ്. ഏകദേശം ഒരു 250 grams ആണുള്ളത്. അടുത്തത് മാംഗോ മഫിൻസ് ആണ്, അതായത് നമ്മുടെ കപ്പ് കേക്ക്സ് ആണ് വരുന്നത്. പിന്നെ 2-3 ടൈപ്പ് ഓഫ് കേക്ക് ഉണ്ടായിരുന്നു. മാംഗോ ഷിഫോൺ കേക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇത് മാംഗോ ബ്രയോഷെ അങ്ങനെയാണെന്ന് തോന്നുന്നു പറയുന്നത്, എന്താ സംഭവം എന്നറിയില്ല. കേക്ക് പോലത്തെ ഒരു ഐറ്റം ആയിരുന്നു. പിന്നെ മാംഗോ ഡോനട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ പ്ലെയിൻ മാംഗോ റൗണ്ട് കേക്ക് ഉണ്ടായിരുന്നു. പിന്നെ പേസ്ട്രി സെക്ഷനിൽ മാംഗോ പേസ്ട്രിയും അതുപോലെ തന്നെ മാംഗോ മോസ് കേക്കും ഉണ്ടായിരുന്നു. അടുത്തതായിട്ട് നമ്മൾ സാലഡ് സെഷനിലാണ് പോയത്. അപ്പോൾ മാംഗോ വെച്ചിട്ടുള്ള കുറച്ച് വെറൈറ്റി സാലഡ്സ് ഞാൻ കണ്ടു. അപ്പോൾ ഇതാ കണ്ടോ, മാംഗോ മഷ്റൂം സാലഡ്, മാംഗോ കോൾസ്ലോ സാലഡ്, പിന്നെ മാംഗോ റൈത്ത സാലഡ്, അതായത് നമ്മുടെ നോർമൽ റൈത്തയില്ലേ അതിൽ മാംഗോ ഇട്ടതായിരിക്കണം. പിന്നെ മാംഗോ റോ സാലഡ്, ഹോട്ട് ആൻഡ് സ്പൈസി മാംഗോ സാലഡ്, പിന്നെന്താണ് പെരി പെരി മാംഗോ സാലഡ്. അപ്പോൾ ഇതെല്ലാം ഒരു 21-22 ദർഹത്തിൻ്റെ ഉള്ളിലാണ് വരുന്നത്. പിന്നെ ജർജർ സാലഡ്, മാംഗോ ജർജർ സാലഡാണ് ഈ കാണുന്നത്. ജർജർ എനിക്ക് തോന്നുന്നു ഒരു ടൈപ്പ് ഓഫ് ലീഫാണ്. സോ അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് മാംഗോ സാലഡ്സ് ഉണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്ര മേടിക്കാം. ഇപ്പോൾ ഒരു 50 grams വേണമെങ്കിൽ 50 grams, 1 kg വേണമെങ്കിൽ 1 kg. ഇത് പെർ kgയുടെ പ്രൈസാണ് കേട്ടോ അവർ എഴുതി വെച്ചിരിക്കുന്നത്. അത്രയും വെറൈറ്റീസ് അല്ല കേട്ടോ, കുറച്ച് വെറൈറ്റീസ് ഓഫ് സാലഡ്സ് കൂടെ ഉണ്ട്. മാംഗോ സാലഡ്, ഹോട്ട് ആൻഡ് സ്പൈസി മാംഗോ സാലഡ് ഉണ്ട്. പിന്നെ മാംഗോ മെക്സിക്കൻ സാലഡ് ഉണ്ട്. പിന്നെന്താണ് മാംഗോ സാഗോ ഓറിയൻ്റൽ മാംഗോ സാലഡ്, ദെൻ മാംഗോ സാലഡ് വിത്ത് ഗാർലിക്, മാംഗോ ഒലിവ് സാലഡ്, മാംഗോ സാലഡ് വിത്ത് പെരി പെരി. പേരൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ നമ്മളതൊക്കെ നോക്കി. അടുത്തത് നമ്മൾ ജാം സെക്ഷനിൽ വന്നപ്പോൾ അവിടെ ഉണ്ട് ഗ്രാൻഡ്മാസ് മാംഗോ ജാം. ഈ ജാം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിനധികം എക്സ്പയറി ഒന്നുമില്ല, കുറച്ച് ദിവസം എക്സ്പയറി ഒക്കെ ഉള്ളൂ. നമ്മളിതിന് മുന്നേ വേറൊരു ഫ്ലേവർ ട്രൈ ചെയ്തിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. പക്ഷേ ഒട്ടും റീസണബിൾ അല്ല, അത്യാവശ്യം കൊണ്ട് പ്രൈസി സൈഡാണ്. പിന്നെ അതാ നടന്നു വരുമ്പോൾ കാണാം കുറച്ച് കുപ്പി ഐറ്റംസ് ഉണ്ട്. മാംഗോയുടെ ജെല്ലി, പിന്നെ ഇത് മാംഗോ പൗഡറാണ്. മാംഗോ ജെല്ലി പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അതാ പല ടൈപ്പ് ഓഫ് മാങ്ങ അച്ചാർ, മാങ്ങ തൊക്ക് പിക്കിള്, കടുമാങ്ങ അച്ചാർ, പിന്നെ എന്തൊക്കെയൊക്കെയോ മാങ്ങ അച്ചാർ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കൊതി വന്നു. പിന്നെ ദാ ഇവിടെ മാംഗോ ജ്യൂസ് ഉണ്ട്, ലാക്നോറിൻ്റെ മാംഗോ ജ്യൂസ് ഉണ്ട്, റുബിക്കോണിൻ്റെ മാംഗോ ജ്യൂസ്. പിന്നെ ഇത് എന്താ സംഭവം, ആക്ച്വലി ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല ഗൈസ്. പിന്നെ ഇവിടെ ഐസ് ബാർസ് ഉണ്ടാക്കാനുള്ള പൗഡറുണ്ട്. പിന്നെ ഇതും മാംഗോ ജ്യൂസാണ്. അൽമറായുടെ നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടി അല്ല, ഫ്രൂട്ടിയില്ലേ നാട്ടിലത്തെ, അതുപോലെ കുടിക്കാൻ പറ്റുന്നൊരു മാംഗോ ജ്യൂസ് പോലത്തെ സംഭവമാണ്. പിന്നെ ഇത് ലുലുവിൻ്റെ തന്നെ ടാങ്ക് പോലത്തെ ഐറ്റമാണ്. പിന്നെ സ്ക്വാഷ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ, കാര്യം മാംഗോ ഫെസ്റ്റ് ആണല്ലോ. പിന്നെ ദാ ബബിൾ ടീ, മാംഗോ ബബിൾ ടീ ഉണ്ട്. പിന്നെ ഇതും ഒരു വെറൈറ്റി ഓഫ് മാംഗോ ജ്യൂസാണ്. ബബിൾ ടീ, മാംഗോ ഐസ്ഡ് ടീ ആണ്. ഇതെനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ കടുമാങ്ങ പിക്കിൾ കണ്ടോ, അതും ഞാനിങ്ങനെ നോക്കി, എന്നിട്ട് ഞാൻ അവിടെ ഇങ്ങനെ വെച്ചിട്ട് പോന്നു. കാരണം നമ്മൾ പിക്കിളൊന്നും അങ്ങനെ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ വെറുതെ വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ചു. ഇപ്പോൾ കണ്ടോ ഇങ്ങനെ കുറേ വെറൈറ്റീസ് ഓഫ് പാക്കറ്റ് ഐറ്റംസ് ആണുള്ളത്. പിന്നെ അതാ ഡ്രൈ ഫ്രൂട്ട് സെക്ഷനിൽ വന്നപ്പോൾ അവിടെ ഡീഹൈഡ്രേറ്റഡ് മാംഗോയും ഉണ്ട്, അതുപോലെ ഡ്രൈ മാംഗോയും ഉണ്ട്. പിന്നെ ഐസ്ക്രീം സെഷനിൽ വന്നപ്പോൾ കാണാം കുറേ വെറൈറ്റീസ് ഓഫ് ഐസ്ക്രീംസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഓഫർ അവരിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, താജ് കോയി മാംഗോ ഐസ്ക്രീം, പിന്നെ ഏതൊക്കെയോ വെറൈറ്റീസ് ഓഫ് ഐസ്ക്രീംസ് ഉണ്ട്. ലാസയുടെ ഐസ്ക്രീം, അമൂലിൻ്റെ, ലണ്ടൻ ഡയറിയുടെയൊക്കെ ഇതിനൊക്കെ ഓഫേഴ്സ് അവരിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ
ഫസ്റ്റ് ഓഫ് ഓൾ കുറേ ബ്രാൻഡിൻ്റെ ഐസ്ക്രീംസ് ആണുള്ളത്. ഇത് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ഐസ്ക്രീമാണ്. അപ്പോൾ ഇതിൻ്റെ 1 kg മാംഗോ ഐസ്ക്രീമിൻ്റെ കൂടെ നമുക്ക് 500 kgയുടെ ഏതെങ്കിലും വേറൊരു ഫ്ലേവറാണ് കോമ്പിനേഷൻ വരുന്നത്. പിന്നെ ഇത് ലണ്ടൻ ഡയറിയുടെ മാംഗോ സോർബറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഐസ്ക്രീമാണ്. ഇത് ലണ്ടൻ ഡയറിയുടെ തന്നെ മാംഗോ യോഗർട്ട് ഐസ്ക്രീമാണ്. പിന്നെ ഇതെന്താ സംഭവം, ശ്രീഖണ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. അതെന്താണ്, ഐസ്ക്രീമാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ റൊസറ്റ എന്ന് പറഞ്ഞിട്ട് അതൊരു പേസ്ട്രി ടൈപ്പ് ഓഫ് ഒരു കോൾഡ് ഡെസേർട്ട് ടൈപ്പ് സംഭവമാണ്. പിന്നെ ഇഗ്ലൂൻ്റെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ലാസയുടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു, അൽഫോൺസോ മാംഗോ ഐസ്ക്രീം. പിന്നെ ഫ്രോസൺ മാംഗോ പൾപ്പ് ഉണ്ടായിരുന്നു. കണ്ടോ, അതൊക്കെ പല ബ്രാൻഡിൻ്റെ അവൈലബിൾ ആണ്. ഇത് ഫ്രോസൺ മാംഗോ കട്ട് പീസസ് ആണ്, അത് മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ആണ്, വിത്ത് മാംഗോ ആണ്. പിന്നെ ഇത് ഫ്രോസൺ മാംഗോ ആണ്. ഈ ലുലുവിൽ ഒരു ലൈവ് ഫുഡ് കൗണ്ടർ ഉണ്ട്. പല പല വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ അവിടെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ മാംഗോ ഫെസ്റ്റ് നടക്കുന്നതുകൊണ്ട് അവർ പല വെറൈറ്റീസ് ഓഫ് മാംഗോ സ്മൂത്തീസ് ആണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ ആ ചേട്ടൻ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ നാട് എവിടെയാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കായിരുന്നു. കൂട്ടത്തിലെ ആൾ എന്തോ ഒരു സ്മൂത്തി പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ എനിക്ക് ഒരെണ്ണം ഉണ്ടാക്കിയത് ടേസ്റ്റ് ചെയ്യാനായിട്ട് തന്നു. അപ്പോൾ ഇവിടെ ഉള്ള വെറൈറ്റീസ് ഫ്രഷ് മാംഗോ ജ്യൂസ് ഉണ്ട്, പിന്നെ ചിയ യോഗർട്ട് മാംഗോ ടാങ്കോ, പിന്നെ മാംഗോ ആൻഡ് ഫ്ലാക്സ് സീഡ്, ജാക്ക് ഫ്രൂട്ട് മാംഗോ സ്മൂത്തി, പിന്നെ മാംഗോ ബനാന ലസ്സി, അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫുഡിൻ്റെ സെഷനിൽ പോകുമ്പോൾ കാണാം, ഇത് മീൻ കറിയാണ്, മാംഗോ കിങ് ഫിഷ് കറിയാണ്. പിന്നെ ഇതെന്തോ ഒരു സാലഡ് പോലത്തെ സംഭവമാണ്. അത് മാംഗോ സ്റ്റിർ ഫ്രൈഡ് പ്രോൺസ് വിത്ത് വെജിറ്റബിൾസ് ആണ്. കാണാൻ നല്ല രസമുണ്ട്, ഒരു സാലഡിൻ്റെ ഇടയ്ക്ക് മാംഗോയുടെ പീസസ്. പിന്നെ ഇത് മാംഗോ അച്ചാറി മുർക്ക് ടിക്ക, അത് ചിക്കൻ്റെ എന്തോ ഒരു സംഭവമാണ്. പിന്നെ ഇത് മാംഗോ ബർഫിയാണ്. സ്വീറ്റിൻ്റെ സെഷനിൽ വന്നപ്പോൾ കാണാം നല്ല മാംഗോ ബർഫീസ് ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ചങ്ങ് നടന്നു പോകുമ്പോൾ കാണാം കുറേ കേക്ക് വെറൈറ്റീസ് ഉണ്ട്, എല്ലാം വിത്ത് മാംഗോ ആണ്. അപ്പോൾ ഇത് ഫ്രഷ് മാംഗോ കേക്കാണ്, ഇതൊരു മീഡിയം സൈസിൽ വരുന്നതാണ്. പിന്നെ മാംഗോ സ്വിസ് റോൾസ് ഉണ്ടായിരുന്നു, പിന്നെ ഫ്രഷ് മാംഗോ കേക്ക്, അതും മാംഗോ കേക്ക് തന്നെ വേറൊരു ഡിസൈനിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇത് മാംഗോ പേസ്ട്രീസ് ആണ്, പല ഡിസൈനിൽ പല വെറൈറ്റി ഓഫ് മാംഗോ പേസ്ട്രീസ് ആണത്. പുഡിംഗ് സെഷനിൽ വന്ന് നോക്കുമ്പോൾ മാംഗോ ചിയ പുഡിങ്ങിന് ഓഫർ ഇട്ടിട്ടുണ്ട്. നോർമലി 5 dirhams ആണ് ചിയ പുഡിങ്. പല ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ്, ഇത് നമ്മൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അവക്കാഡോ ഫ്ലേവർ, പീനട്ട് ഫ്ലേവറൊക്കെ കഴിച്ചിട്ടുണ്ട്, നമുക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ മാംഗോ ചിയ പുഡിങ്ങിന് ഓഫർ ഇട്ടിട്ടുണ്ട് അവർ. അപ്പോൾ ഇത്രയൊക്കെ ഐറ്റംസ് ആണ് നമ്മുടെ മാംഗോ ഫെസ്റ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പുറത്ത് വന്ന് ബാസ്ക്കറ്റ് എടുത്ത് കുറച്ച് വെറൈറ്റീസ് ഓഫ് മാങ്ങ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കാനായിട്ട് ഇങ്ങനെ പോവാണ്. കണ്ടോ എന്തൊരു തിരക്കാണെന്ന് നോക്കൂ, നല്ല റഷ് ഉണ്ട്. ഞാൻ ബാസ്ക്കറ്റ് എടുത്ത് നടന്നപ്പോഴായിട്ടോ ശ്രദ്ധിച്ച് താഴെയും അവർ മാങ്ങ ഇങ്ങനെ ചെതറി കിടക്കുന്ന പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു മാങ്ങ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മണത്ത് നോക്കുവാണ്. അയ്യോ, അടിപൊളി സ്മെല്ലാണ്. എല്ലാ മാംഗോയ്ക്കും ഡിഫറെൻറ്റ് സ്മെല്ലാണ്. അപ്പോൾ ഞാനിങ്ങനെ മാങ്ങ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾക്കൂട്ടം അവിടെ കണ്ടു. അപ്പോൾ നോക്കുമ്പോൾ ഇവർ മാംഗോ ടേസ്റ്റ് ചെയ്യാനായിട്ട് 2 വെറൈറ്റീസ് ഓഫ് മാംഗോ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ടൂത്ത് പിക്സ് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഫസ്റ്റ് വെറൈറ്റി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ഞാൻ സത്യം പറഞ്ഞാൽ ഓർക്കുന്നില്ല. രണ്ടാമത്തെ വെറൈറ്റി നമ്മുടെ രണ്ടാമത് അവർ വെച്ചിരുന്നത് ഹിമ പസന്ത് എന്ന് പറഞ്ഞിട്ടൊരു മാംഗോ ആണ്. അത് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അത് ഞാൻ ഒരെണ്ണം എടുക്കുകയും ചെയ്തു. പിന്നെ ഇത് കണ്ടോ, ലോഡ് കണക്കിന് മാംഗോസാണ് അവരിങ്ങനെ കൊണ്ടുവന്ന് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാംഗോ എല്ലാം എടുത്ത് പ്രൈസ് അടിക്കാനായിട്ട് നിൽക്കുകയാണ്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ കുറച്ച് വെറൈറ്റീസ് ഓഫ് മാംഗോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. 2 അവിടെ ടേസ്റ്റിന് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ എടുത്തു. സോ നമ്മൾ റൂമിലോട്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഓഫ് മാംഗോ ഒക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 5-6 വെറൈറ്റി മാംഗോയിന്ന് ഓരോന്നോരോന്ന് വെച്ചിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മാംഗോ വാങ്ങിച്ചപ്പോൾ ഏകദേശം 1.5 കിലോ ആണ് അത് വന്നിട്ടുള്ളത്. എനിക്കതിൻ്റെ റേറ്റ് ആയത് 30 dirhams ആണ്. അതായത് നമ്മുടെ നാട്ടിലത്തെ ഏകദേശം ഒരു 700 രൂപ അടുപ്പിച്ചാണ് ജസ്റ്റ് ഒരു 1.5 കിലോ മാങ്ങയ്ക്ക് ഇവിടെ ആയത്. അപ്പോൾ നാട്ടിലുള്ള സാധനങ്ങളുടെ റേറ്റും ഇവിടെയുള്ള സാധനങ്ങളുടെ റേറ്റും തമ്മിൽ അത്രയും ഒരു ഡിഫറൻസ് ആണുള്ളത്. ഞാൻ എല്ലാം ഒരു 15 ദിർഹത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന
പെർ കെ ജി 15 ദിർഹത്തിന് ഉള്ളിൽ നിൽക്കുന്ന മാംഗോസാണ് എടുത്തത്. എന്നിട്ടും എനിക്ക് അത്രയും റേറ്റായി. പക്ഷേ നമ്മളിങ്ങനെ നാട്ടിലത്തെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ഇവിടെ വാങ്ങിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത്രയും വെറൈറ്റീസ് ഓഫ് മാംഗോ കണ്ടപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ളത് നമ്മുടെ കുഞ്ഞു മാങ്ങ, നാട്ടുമാങ്ങയില്ലേ, അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ മാമ്പഴ പുളിശ്ശേരിയാണ് ഇന്ന് രാത്രിയിലേക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പറ്റുവാണെങ്കിൽ അത് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ അതൊരു ഷോർട്സ് ആയിട്ട് ഇടാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വെയിറ്റ് പോവല്ലേ, ഞാൻ വാങ്ങിയ മാംഗോസൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടുമാങ്ങ. മാംഗോ ഷുഗർ ബേബി എന്നാണ് ഒരു പേരിട്ടേക്കുന്നത്. നമ്മുടെ നാട്ടുമാങ്ങയാണ് സംഭവം. ഇത് ഏകദേശം ഒരു 400 ഗ്രാമാണ് ഞാൻ എടുത്തത്. അതിന് 5.5 ദിർഹംസ് ആണ് ആയിട്ടുള്ളത്. അതായത് ഏകദേശം നാട്ടിലൊരു 110 രൂപയൊക്കെയാണ് ആയിട്ടുള്ളത്. അടുത്തത് അൽഫോൺസോ മാംഗോ. അത് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളത്. കണ്ടോ, ഒരെണ്ണം തന്നെ ഒരു 250 ഗ്രാംസ് ഉണ്ട്. അതിനൊരു 283 ദിർഹംസ് ആണ്. നാട്ടിലത്തെ ഏകദേശം ഒരു 60 റുപ്പീസാണ് ഇതിന് വരുന്നത്. പിന്നെ നമ്മുടെ നീല മാംഗോ ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരെണ്ണം എടുത്തിട്ടുള്ളത്. പിന്നെ പ്രിയൂർ മാംഗോ, ഇത് ഞാൻ 2 എണ്ണം എടുത്തു. കാര്യം നമ്മളിത് മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ വിഷുവിന് നമ്മൾ പോയപ്പോൾ ഈ മാംഗോ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അതിന് ഓഫർ ഉണ്ടായിരുന്നു, നമ്മളപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റിയാണ്. അതുകൊണ്ട് ഞാൻ ഇത് 2 എണ്ണം എടുത്തു. പിന്നെ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ പേര് ഹിമ പസന്ത് എന്ന് പറഞ്ഞിട്ടൊരു മാംഗോ ആണ്. ഇതവരവിടെ ടെസ്റ്റ് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു പേരക്കയുടെയും കൂടെ ഒരു ഫ്ലേവർ വരുന്നു. പേരക്കയുടെ ഫ്ലേവറല്ല, ഒരു പേരക്കയും മാംഗോയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയത്. നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പം ഞാനിത് ഒരെണ്ണം എടുത്തു. കണ്ടോ, ഇത് ഒരെണ്ണം ഒരു 336 ഗ്രാംസ് ആണുള്ളത്. അതിൻ്റെ റേറ്റ് കണ്ടോ, ഒരൊറ്റ മാംഗോയ്ക്ക് നമ്മുടെ നാട്ടിലത്തെ ഒരു 120 രൂപയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ മാംഗോസ് എല്ലാം ഒന്ന് പുറത്തെടുത്ത് വെച്ചു. കണ്ടോ, ഇത്രയും മാംഗോ ഉള്ളൂ. അപ്പോൾ നാട്ടിലിപ്പോൾ മാംഗോ സീസണാണ്. ആരും ഒരു മടിയും കാണിക്കരുത്. മാക്സിമം മാംഗോ കഴിക്കുക. നമ്മളിങ്ങനെ പുറത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള ഐറ്റംസ് നമുക്കിഷ്ടമുള്ള അത്രയും ചിലപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റിയെന്നൊന്നും വരത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.